ആ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ പരാതിയിൽ വിശദമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, ഇതിൽ പല മാറ്റത്തിരുത്തലുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി വരുമ്പോൾ ഇത്രയും വെളിപ്പെടുത്തി പറഞ്ഞത് കാരണം ഇതൊരു റെക്കോർഡാണ്. കേരളത്തിലെ ജനം ഇതറിയും, മലപ്പുറത്തെ പത്രക്കാർ ഇതറിയും. അപ്പോൾ ഇനി ഒരു അന്വേഷണം, അടുത്തൊരു അന്വേഷണത്തിൽ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഈ കാര്യങ്ങൾ വീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഏതെങ്കിലും സത്യസന്ധമായ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയെ ഒരു പരിധിവരെ അടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത് വെക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം, അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലെ പ്രധാന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. നിങ്ങളൊക്കെ ഒരുപാട് പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്തൽ, സ്വർണം തട്ടിക്കൊണ്ടുപോലെ, ഇങ്ങനെ പലതും. പോലീസിൽ ഇതിനൊരു വലിയ വിഭാഗം ഇതിൻ്റെ ഒരു പിന്തുണയോട് കൂടിയിട്ട് കള്ളക്കടത്ത് നടക്കുന്നു എന്ന ചർച്ച ഈ നാട്ടിലെ അങ്ങാടിപ്പാട്ടാണ്. 10 മണി കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ഒരു കടകളും തുറക്കാൻ ഈ SP അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ ആളുകൾ പോയിക്കൊള്ളണം. പാതിരാത്രിയിൽ കരിപ്പൂർ ജംഗ്ഷൻ തൊട്ട് എയർപോർട്ട് വരെയുള്ള ആ ഒരുപാട് കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ ഈ പറയുന്ന സംഘത്തിൻ്റെ പാതിരാ പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാനാണോ? മലപ്പുറം ജില്ലയിൽ ആളും മനുഷ്യനുമില്ലാത്ത ജനവാസം വളരെ കുറഞ്ഞ പ്രദേശമാണ് ഈ എയർപോർട്ട് റോഡ്. അങ്ങനെ ഒരു നിയമം അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ, എങ്ങനെയാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്, എന്താണ് പോലീസിലെ ഇതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ കൃത്യമായി കേൾക്കണം. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആര് പിടിച്ചാലും ആ പിടിക്കുന്നവന് അല്ലെങ്കിൽ അത് ഒറ്റിക്കൊടുക്കുന്നവന് സെൻട്രൽ ഗവൺമെന്റിന്റെ 15% റിവാർഡുണ്ട്. ആ 15%, 1 കോടിയുടെ സാധനം ഈ പറയുന്ന കള്ളക്കടത്ത് മുതൽ സൂചിപ്പിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ ഒരാളും അറിയാതെ, ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട്, അവിടെ സ്കാനിങ് സംവിധാനമുണ്ട്, അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ കരിപ്പൂർ ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ബോംബെയിലായിരുന്നു പണ്ട്. പക്ഷേ കരിപ്പൂർ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് ആ കള്ളക്കടത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി. ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും CBI വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്താണ്, നിങ്ങൾക്കറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിങ് മെഷീനുകളും അൾട്രാ മോഡേൺ മെഷീൻസാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ, മെഷീനിൻ്റെ ഉള്ളിൽ, മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിനെ 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. ആരാ സ്വർണം പിടിക്കുന്നത്? ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ്. എവിടെന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന്, ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന്. സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസ് പ്രിവെന്റീവിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാ? കസ്റ്റംസിനാണ്. പോലീസുകാർക്ക് എന്ത് കിട്ടി? 15% കിട്ടി. വലിയ പൈസയാണ്.
പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള മാഷ് കേൾക്കണം, സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആഫ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം, മനസ്സിലായോ?